എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ KYC അപ്ഡേറ്റ് നമുക്ക് ബാങ്കിൽ പോകാതെ തന്നെ നമ്മുടെ ബ്രാഞ്ചിൽ പോകാതെ തന്നെ നമ്മുടെ KYC ഓൺലൈനായിട്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പുതിയ RBIയുടെ റൂൾ പ്രകാരം എല്ലാവരും KYC അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് എല്ലാവർക്കും എത്തിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മെയിലായിട്ടും അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടും ഒക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടാവും. പലരെയും എക്സ്പയർ ആക്കിയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. NRI കസ്റ്റമേഴ്സിനും നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ KYC ഓൺലൈനായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ ആവശ്യപ്പെടുന്ന പ്രൂഫുകളെല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടാവണം. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പാൻ കാർഡിന്റെ കോപ്പിയും പെർമനന്റ് അഡ്രസ്സിന്റെ കോപ്പിയും നിങ്ങളുടെ കൈവശം ഉണ്ടാവണം. അപ്പോൾ നോൺ റെസിഡന്റ് കസ്റ്റമർ ആയാലും NRI കസ്റ്റമർ ആയാലും നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങളും കോമൺ ആണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാൻ കാർഡിന്റെ കോപ്പി, പെർമനന്റ് അഡ്രസ്സിന്റെ കോപ്പി. അത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പിയും നിങ്ങളുടെ വിസ അല്ലെങ്കിൽ CDC കോപ്പിയും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൈവശം വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ഈ KYC ചെയ്യാനായിട്ട് നോക്കാവുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ് നിങ്ങൾ കോപ്പികൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ PDF കോപ്പി ആയിരിക്കണം. ഫോട്ടോയുടെ ഫോർമാറ്റ് JPG ഫോർമാറ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്കിത് പ്ലേ സ്റ്റോറിൽ തന്നെ പല ആപ്പുകളുമുണ്ട്. ഇമേജ് ടു കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പല ആപ്പുകളും JPG കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ഈ KYC ചെയ്യാനായിട്ട് നോക്കാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ KYC ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അതിനായി നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറി SIB KYC അപ്ഡേറ്റ് ഓൺലൈൻ എന്നുള്ളത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ അപ്ഡേറ്റ് യുവർ KYC ഡീറ്റെയിൽസ് എന്നുള്ളത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പറാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിന് മുന്നായിട്ട് തന്നെ റെസിഡന്റ് കസ്റ്റമറും നോൺ റെസിഡന്റ് കസ്റ്റമറും എന്തൊക്കെ പ്രൂഫാണ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. നിങ്ങൾ റെസിഡന്റ് കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാൻ കാർഡിന്റെ കോപ്പി, പെർമനന്റ് അഡ്രസ്സിന്റെ കോപ്പി, ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. കൈവശമല്ല, നിങ്ങളുടെ ഫോണിൽ സേവ് ആയിരിക്കണം. അത് നിങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള ഫോർമാറ്റ് തന്നെയായിരിക്കണം. ഫോട്ടോ ആണെങ്കിൽ JPG ഫയൽ ആയിരിക്കണം. പ്രൂഫുകളാണെങ്കിൽ PDF ഫയൽ തന്നെ നിങ്ങളുടെ കൈവശം ഉണ്ടാവണം. അല്ലാതെ ഫോട്ടോ എടുത്ത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിരവധി ആപ്പുകളുണ്ട്. ഇമേജ് ടു PDF കൺവേർട്ട് ആപ്പുകൾ. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നോൺ റെസിഡന്റ് കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും കോമൺ ആണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാൻ കാർഡിന്റെ കോപ്പി, പെർമനന്റ് അഡ്രസ്സിന്റെ കോപ്പി. അത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടത് പാസ്പോർട്ടിന്റെ കോപ്പിയും വിസയുടെ കോപ്പിയുമാണ് നിങ്ങൾക്ക് വേണ്ടത്. വിസ അല്ലെങ്കിൽ CDCയുടെ കോപ്പി നിങ്ങളുടെ കൈവശം ഉണ്ടാവണം. ഈ പറഞ്ഞ ഫോർമാറ്റിലുള്ള ഫയലുകളായിരിക്കും നിങ്ങളുടെ ഫോണിൽ സേവ് ആയിരിക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അവിടെ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത വരുന്ന പേജിൽ നിങ്ങൾക്ക് ക്യാപ്ചയാണ് വന്നിരിക്കുന്നത്. ആ ക്യാപ്ച അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ പ്രീവിയസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒന്നും കൂടെ റീവെരിഫൈ ചെയ്യുക, കറക്റ്റ് ആണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അതാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തുകൊണ്ട് തന്നെയും സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാലിഡേഷൻ സക്സസ്ഫുൾ എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് നമുക്കൊരു OTP വന്നിട്ടുണ്ട്. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്യുക. OTP കൊടുത്ത ശേഷം സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പേര് അവിടെ കാണാൻ സാധിക്കും, നമ്മുടെ ജെൻഡർ. അടുത്തത് നമ്മുടെ ഫാദർ നെയിം, അതവിടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതവിടെ കൊടുക്കുക. അടുത്തത് വരുന്നത് മദർ നെയിമാണ്, അതവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മെരിറ്റൽ സ്റ്റാറ്റസ് ആണ്. മാരീഡ് ആണെങ്കിൽ മാരീഡ്, അൺമാരീഡ് ആണെങ്കിൽ അൺമാരീഡ് നിങ്ങൾ കൊടുക്കുക. മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ സ്പൗസ് നെയിം അവിടെ സബ്മിറ്റ് ചെയ്യുക. ഇതെല്ലാം കൊടുത്ത ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അടുത്ത പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ആദ്യം നമ്മുടെ റെസിഡൻറ്റ് സ്റ്റാറ്റസ് ആണ്. അവിടെ നിങ്ങൾ റെസിഡന്റ് ആണെങ്കിൽ, ഇന്ത്യയിലുള്ളവരാണെങ്കിൽ റെസിഡന്റ് എന്നുള്ളത് കൊടുക്കുക. നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. NRIക്കാരാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അടുത്തത് നിങ്ങളുടെ ഒക്യുപ്പേഷൻ ആണ്. ഒക്യുപ്പേഷൻ എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹൗസ് വൈഫ് ആണെങ്കിൽ ഹൗസ് വൈഫ്, എംപ്ലോയിഡ് ആണെങ്കിൽ എംപ്ലോയിഡ്, ഏതാണെന്ന് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് നിങ്ങളുടെ ആനുവൽ ഇൻകം ആണ്.
നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെയിൽ കൺട്രി ഓഫ് ബർത്ത് എന്നുള്ളതാണ്. അത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാൻ കാർഡ് നമ്പറാണ്. ബാങ്കിലൊക്കെ പാൻ കാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അവിടെ പാൻ കാർഡ് നമ്പർ കാണും. അതില്ല എന്നുണ്ടെങ്കിൽ അതവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ അപ്ലോഡ് പാൻ കാർഡ് ഫോട്ടോ എന്നുള്ളതാണ്. അപ്പോൾ പാൻ കാർഡിൻ്റെ നമ്മൾ PDF ഫോണിൽ സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടെ ബ്രൗസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ NRIക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഡോക്യുമെൻറ്റ്സും അവിടെ വരും. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആദ്യം പാൻ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പോൾ NRI കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വിസയുടെയും പാസ്പോർട്ടിൻ്റെയും ഓപ്ഷൻ അവിടെ വരും. അത് നിങ്ങളവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതെല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്ത ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ പെർമനൻറ്റ് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ അഡ്രസ്സിന് എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഒരു അഡ്രസ് പ്രൂഫാണ് അവിടെ വേണ്ടത്. നിങ്ങൾ ഇതിനകത്ത് ഏതാണ് കൊടുക്കുന്നത്? ആധാർ, പാസ്പോർട്ട്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, ഇത് ഏത് വേണമെങ്കിലും അവിടെ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന പ്രൂഫിൻ്റെ നമ്പർ നിങ്ങൾ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏത് പ്രൂഫാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ആ പ്രൂഫിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെയാണോ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതാണെങ്കിൽ അത് അവിടെ തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെയിം അഡ്രസ്സ് തന്നെ താഴെ വരും. അതിനുശേഷം ഡു യു വാണ്ട് ടു അപ്ലോഡ് എനി അതർ ഡോക്യുമെൻറ്റ്സ് ആണ്. ഈ OVD എന്നുള്ളത് അതർ വെരിഫിക്കേഷൻ ഡോക്യുമെൻ്റ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കൈവശമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. പാസ്പോർട്ട്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് എന്ത് വേണമെങ്കിലും അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് NRI കസ്റ്റമേഴ്സിനാണെങ്കിൽ അത് പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യാം. നമ്മൾ അടുത്ത പേജിലേക്ക് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കൊരു OTP ആണ് വരുന്നത്. നമ്മുടെ KYC OTP ആണ്. നമ്മുടെ ആധാറിലേക്കാണ് ഈ OTP വരുന്നത്. അപ്പോൾ ആധാർ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് വരുന്ന OTP ഇവിടെ സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഫാദർ നെയിം, മദർ നെയിം, മെരിറ്റൽ സ്റ്റാറ്റസ്, സ്പൗസ് നെയിം, ഒക്യുപ്പേഷൻ ഡീറ്റെയിൽസ്, നമ്മുടെ ആനുവൽ ഇൻകം, കൺട്രി ഓഫ് ബർത്ത്, നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അഡ്രസ് പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ് നമ്പർ, ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതെല്ലാം കൺഫേം ആണെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ KYC അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റെഫറൻസ് നമ്പറാണ് ഈ തന്നിരിക്കുന്നത്. ഈ റെഫറൻസ് നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കൈവെക്കേണ്ടതാണ്. കാരണം ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ KYC അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യാനായിട്ടുള്ളതാണ് ഈ റെഫറൻസ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അത് എവിടെയെങ്കിലും സ്ക്രീൻഷോട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ KYC അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.